ഇപ്പം 250 ഗ്രാം കൊഞ്ച നമ്മൾ എടുക്കാൻ പോകും. അളവുകൾ കൃത്യമാകാൻ വേണ്ടിയാട്ടോ നമ്മൾ അളന്നെടുക്കുന്നത്. 250 ഗ്രാം. ഓക്കെ, നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ആദ്യം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പൊ ഇച്ചിരി എരിവുള്ളതാണ്ട് ഇച്ചിരി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇപ്പം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്. പിന്നെ ഇച്ചിരി കൂടെ ഒന്ന് ഹോട്ടാവാൻ വേണ്ടി നമുക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് നോക്കിയെടുത്തത്. കുനുവിന് ഞാനൊന്ന് ചതയ്ക്കുക കൂടെ ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഒരു ഫ്ലേവറൊക്കെ വന്നോട്ട് വിചാരിച്ചിട്ട് അത്. പിന്നെ വേണ്ടത് ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി എടുത്ത് അത് ഇതുപോലെ പൊടിപൊടിയായിട്ട് എടുത്ത് ഒന്ന് ചുമ്മാ ചതച്ച് അത് ഇടുക. 1 ടീസ്പൂൺ നാരങ്ങാനീര്. നാരങ്ങാനീരില്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചാലും മതി. ഉപ്പ് 1 ടീസ്പൂൺ വേണ്ട, ഒരു 1/4 ഇട്ടാ മതി. അത് നോക്കിയിടുക ഉപ്പ് പാകത്തിന്. ഓക്കെ, ഇനി ഒരു തണ്ട് കറിവേപ്പില. ഒന്നാണോ അതോ 2 തണ്ടാ? 1 തണ്ടായിക്കോട്ടെ, നമുക്ക് പൊരിക്കുന്ന സമയത്ത് പിന്നെ ഇടാം. 1 തണ്ട് കറിവേപ്പില. നന്നായിട്ടൊന്ന് തേച്ച് കുഴയ്ക്കുക. എണ്ണയൊന്നും ചേർക്കണ്ട. എണ്ണ നമ്മള് ചെയ്യുന്ന സമയം. ഇനി നമ്മളിവിടെ ഒരു 12 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. ഇത് നമ്മള് ഇതിനകത്തേക്ക് നന്നായിട്ട് തേച്ച്, അതാണ് ഇതിനകത്തെ ഈ വ്യത്യാസം. 1 മണിക്കൂറോളം വെച്ചാൽ നല്ലതാണ്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇനി ഒരു 1 മണിക്കൂർ എടുത്തു വെക്കുക. ഓക്കെ, ഇതേ 1 മണിക്കൂറായിട്ട് നമ്മള് മാരിനേറ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നത് ചെമ്മീൻ. ഇത് ഫ്രൈ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് വേണം കേട്ടോ. നമുക്ക് നോക്കാം. 3 ടേബിൾ സ്പൂൺ. കാരണം ഇതിന് വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. ഓക്കെ, ഈ വെളിച്ചെണ്ണ ഏതാണ്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് കൊഞ്ച് അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം വലിയ ഫ്ലെയിമിൽ ഇടരുത്, കുറച്ച് മീഡിയം ടു ലോയിൽ വെക്കുക. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് പ്രത്യേക രീതിയിലാണ്. ആദ്യം അടച്ചു വെക്കുക. ഇപ്പൊ ഒരു 5-6 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അടിഭാഗമൊക്കെ. നോക്കിക്കേ, ഇനിയിപ്പോ അതൊക്കെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് നല്ല എന്ത് രസമായിട്ട് വരുന്നത് നോക്കിയേ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ വരും. ശരി, 1 തണ്ട് കറിവേപ്പിലയും കൂടെ നോക്കൂ. ആയിട്ടോ, ആദ്യം വേണമെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ കറിവേപ്പില ഇട്ടാലും. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നോക്കൂ എന്ത് ഇത്ര സമയം നമ്മൾ എടുത്തത്. ഇനി ഒന്നുകൂടെ ഒന്ന് കൊഞ്ച് റോസ്റ്റ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. ആ ഉള്ളിയെല്ലാം ഒന്നുകൂടെ ഒന്നും മൊരിഞ്ഞാൽ ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട കാര്യമില്ല. ഈ കൊഞ്ചിനൊന്നും ഒരുപാട് വേവില്ല. നല്ല മണമൊക്കെ വരും. നോക്കൂ, നല്ല ഇതിനകത്ത് നമ്മള് പ്രത്യേകിച്ച് വഴറ്റി ഒന്നും ചെയ്തില്ല. ആ അടച്ചു വെക്കുക, ആ വെള്ളം വറ്റുക, അപ്പൊ എണ്ണ തെളിഞ്ഞു വരും. ജസ്റ്റ് ഒന്ന് കിട്ടിയാൽ 15 മിനിറ്റ് കൊണ്ട് റെഡി ആയി. അതെ, മാരിനേറ്റിന്റെ സമയം മാത്രം. നമുക്ക് നല്ല ഇതിന് ചോറോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, കാണിച്ചാട്ടെ. നോക്ക്, നല്ല അടിയൊക്കെ മുരിഞ്ഞ്. ഇപ്പൊ നമ്മൾ ഇത്
ഫ്രൈ പോലെ തന്നെ ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ ഭയങ്കര നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ്. സാധ്യമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതിനകത്ത് ഒരുപാട് വലിയ ജോലികളൊന്നും ഇല്ല. ശരി ശരി ശരി. ഓക്കെ. ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ട്. ഫ്രൈ റോസ്റ്റ് ഒരു പ്രത്യേക തരത്തിലുള്ള ചെമ്മീൻ ഫ്രൈ. സിമ്പിൾ. അതായത് ഇതിനകത്ത് വഴറ്റലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് ചപ്പാത്തിക്കൊക്കെ സൂപ്പർ സാധനമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വിരാടൻ രുചികളത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.